തിരുവനന്തപുരത്തിൻ്റെ തീരത്ത് നാടിൻ്റെ വലിയൊരു സ്വപ്നമായി പച്ച പിടിച്ചു വന്ന നമ്മുടെ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം ഇപ്പോൾ വീണ്ടും വലിയൊരു വാർത്താ കൊടുങ്കാറ്റിലേക്ക് വീണിരിക്കുകയാണ്. വിഴിഞ്ഞത്തിൻ്റെ അപ്പോസ്തലൻ എന്ന് വിശേഷിപ്പിക്കാവുന്ന മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ കാലത്ത് അടിത്തറയിട്ട് ഇന്ന് യാഥാർത്ഥ്യമായിരിക്കുന്ന ഈ സ്വപ്ന പദ്ധതിയെ ചുറ്റിപ്പറ്റിയാണ് പുതിയ രാഷ്ട്രീയ സാമ്പത്തിക തർക്കങ്ങൾ മുറുകുന്നത്. അദാനി ഗ്രൂപ്പ് വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ പകുതിയോളം ഓഹരികൾ, അതായത് കൃത്യമായി പറഞ്ഞാൽ 49% ഓഹരികൾ ലോകത്തിലെ ഏറ്റവും വലിയ വിദേശ ഷിപ്പിംഗ് കമ്പനിയായ MSC ഉപകമ്പനിക്ക് മറിച്ചു വിറ്റതാണ് പുതിയ വിവാദങ്ങൾക്ക് തിരികൊളുത്തിയത്. ഏതാണ്ട് 13,000 കോടിയിലധികം രൂപയുടെ വമ്പൻ ഇടപാടാണ് അണിയറയിൽ നടന്നത്. വി.ഡി. സതീശൻ മുഖ്യമന്ത്രിയായ പുതിയ സർക്കാരിൻ്റെ ഹണിമൂൺ കാലം കഴിഞ്ഞതോടെ പ്രതിപക്ഷം ഈ വിഷയത്തിൽ കടുത്ത ആരോപണങ്ങളുമായി സർക്കാരിനെതിരെ തിരിഞ്ഞിരിക്കുന്നു. അദാനി ഗ്രൂപ്പ് സർക്കാരിനെ അറിയിക്കാതെയാണ് തുടക്കത്തിൽ ഈ കരാർ ഒപ്പിട്ടത് എന്ന് വലിയ തർക്കമായിരുന്നു ഉണ്ടായത്. എന്നാൽ നിയമസഭയിൽ മുഖ്യമന്ത്രി വി.ഡി. സതീശൻ നിലപാട് കടുപ്പിക്കുകയും സർക്കാരിൻ്റെ മുൻകൂർ അനുമതിയില്ലാതെ ഒരു ഓഹരിയും കൈമാറാൻ പറ്റില്ലെന്ന് വ്യക്തമാക്കുകയും ചെയ്തതോടെ വലിയൊരു രാഷ്ട്രീയ നീക്കത്തിനാണ് തിരുവനന്തപുരം സാക്ഷ്യം വഹിച്ചത്. സർക്കാരിൻ്റെ ശക്തമായ നിലപാടിന് മുന്നിൽ അദാനി ഗ്രൂപ്പ് ഒടുവിൽ പത്തി താഴ്ത്തുകയും 49% ഓഹരികൾ വിദേശ കമ്പനിക്ക് കൈമാറാൻ അനുമതി നൽകണമെന്ന് കാണിച്ച് സംസ്ഥാന സർക്കാരിന് ഔദ്യോഗികമായി അപേക്ഷ സമർപ്പിക്കുകയും ചെയ്തിരിക്കുന്നു. അദാനി ഗ്രൂപ്പ് അപേക്ഷ നൽകിയതോടെ വി.ഡി. സതീശൻ സർക്കാർ ഫയലുകൾ വരെ വേഗത്തിലാണ് നീക്കിത്തുടങ്ങിയിട്ടുള്ളത്. വിഷയം ലളിതമല്ലാത്തതുകൊണ്ട് സർക്കാർ ഇതിൽ കർശനമായ പരിശോധനകളാണ് നടത്തുന്നത്. ആദ്യം ഈ അപേക്ഷ നിയമവകുപ്പിൻ്റെ പരിശോധനയ്ക്ക് കൈമാറി. കരാർ വ്യവസ്ഥകൾ ലംഘിക്കപ്പെട്ടിട്ടുണ്ടോ എന്നവർ പരിശോധിച്ച ശേഷം ചീഫ് സെക്രട്ടറിയുടെ നേതൃത്വത്തിലുള്ള ഉന്നതാധികാര സമിതി ഇത് വിലയിരുത്തും. ഈ സമിതിയുടെ ശുപാർശകൾ നോക്കിയ ശേഷമായിരിക്കും സംസ്ഥാന മന്ത്രിസഭ അന്തിമ തീരുമാനമെടുക്കുക. കൂടാതെ ഇതൊരു വിദേശ നിക്ഷേപമായതിനാലും ദേശീയ സുരക്ഷയുമായി ബന്ധപ്പെട്ട തന്ത്രപ്രധാന മേഖലയായതിനാലും കേന്ദ്ര സർക്കാരിൻ്റെ സുരക്ഷാ ക്ലിയറൻസും ഇതിനാവശ്യമുണ്ട്. എന്നാൽ ഈ നീക്കങ്ങളെല്ലാം വെറും നാടകമാണെന്നാണ് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനും കൂട്ടരും പറഞ്ഞു നടക്കുന്നത്. അദാനി ഗ്രൂപ്പ് ഈ വിവരം മുൻകൂട്ടി മുഖ്യമന്ത്രിയെ അറിയിച്ചിട്ടുണ്ടെന്നും എല്ലാം അറിഞ്ഞുകൊണ്ട് ഇപ്പോൾ അറിയില്ലെന്ന് അഭിനയിക്കുകയാണെന്നുമാണ് പ്രതിപക്ഷത്തിൻ്റെ വാദം. ഇതിനു പുറമെ വി.ഡി. സതീശൻ മുഖ്യമന്ത്രിയാകുന്നതിന് തൊട്ടു മുൻപ് മംഗലാപുരം വിമാനത്താവളത്തിൽ വെച്ച് അദാനി ഗ്രൂപ്പിൻ്റെ പ്രതിനിധികളുമായി പ്രത്യേക വിമാനത്തിൽ യാത്ര ചെയ്തു എന്ന പഴയൊരു വിവാദം കൂടി പ്രതിപക്ഷം ഈ ഓഹരി കൈമാറ്റവുമായി ബന്ധിപ്പിച്ച് മുഖ്യമന്ത്രിക്കെതിരെ ചർച്ചയാക്കുന്നുണ്ട്. എന്നാൽ പ്രതിപക്ഷത്തിൻ്റെ ഈ ചോദ്യങ്ങൾക്കും രാഷ്ട്രീയ ആക്രമണങ്ങൾക്കും മുന്നിൽ പതറാതെ ഏത് വിഷയവും ആഴത്തിൽ പഠിച്ച് കൃത്യമായ മറുപടി നൽകുന്ന മുഖ്യമന്ത്രി എന്ന നിലയിൽ വി.ഡി. സതീശൻ ഈ പ്രതിസന്ധിയിലും കേരളത്തിൻ്റെ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കുന്ന ഉറച്ച നിലപാട് തന്നെ സ്വീകരിക്കുമെന്നാണ് പൊതുസമൂഹം വിശ്വസിക്കുന്നത്. ആഗോള കപ്പൽ ഭീമനായ MSC വരുന്നതോടെ തുറമുഖം അവരുടെ മാത്രം കുത്തകയായി മാറുമെന്ന ആശങ്കയും സർക്കാർ തള്ളിക്കളയുന്നു. വിദേശ കമ്പനികൾ പങ്കാളികളായാലും വിഴിഞ്ഞം തുറമുഖത്ത് എല്ലാ രാജ്യങ്ങളിലെയും എല്ലാ കമ്പനികളുടെയും കപ്പലുകൾക്ക് വരാനും പോകാനുമുള്ള തുല്യ സ്വാതന്ത്ര്യം ഉണ്ടായിരിക്കുമെന്നും ആർക്കും ഇവിടെ കുത്തക സ്ഥാപിക്കാൻ അനുവദിക്കില്ലെന്നും സർക്കാർ ഇതിനകം തന്നെ ഉറപ്പു നൽകുന്നു. മറുഭാഗത്ത് ലോകത്തെ ഏറ്റവും വലിയ കപ്പൽ ശൃംഖല വിഴിഞ്ഞത്തിൻ്റെ പങ്കാളിയാകുമ്പോൾ ഇവിടേക്ക് അന്താരാഷ്ട്ര കപ്പലുകളുടെ ഒഴുക്കുണ്ടാകുമെന്നും ഇന്ത്യയിലെ തുറമുഖ മേഖലയിലെ തന്നെ ഏറ്റവും വലിയ വിദേശ നിക്ഷേപമാണിത് എന്നുമാണ് അദാനി കമ്പനിയുടെ പക്ഷം. സ്വപ്ന പദ്ധതിയായ വിഴിഞ്ഞത്തെ ചൊല്ലി വിവാദങ്ങൾ കൊഴുക്കുമ്പോഴും നിയമവശങ്ങളും നാടിൻ്റെ നന്മയും കോർത്തിണക്കി ഈ വിഷയത്തിൽ വി.ഡി. സതീശൻ സർക്കാർ കൃത്യമായൊരു പരിഹാരം കാണുമെന്ന പ്രതീക്ഷയിലാണ് ഇപ്പോൾ കേരളം.